ഗണിതക്കൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗം 20. ഗണിതം മധുരം, ഗണിതം ലളിതം. അങ്ങനെയല്ലേ നിങ്ങൾക്ക്? അങ്ങനെ ആയി തുടങ്ങിയില്ലേ? കുറച്ചൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റിലേക്ക് കടക്കാം. എന്തായിരുന്നു അസൈൻമെൻറ്റ്? A equals 1, 2 and B equals 3, 4. അതെ, ഫൈൻഡ് A ക്രോസ് B. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. A ക്രോസ് B ഇതിലെ A ക്രോസ് Bക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്നും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ A ക്രോസ് B ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. A ക്രോസ് B ഈക്വൽസ് 1, 3, 1, 4, 2, 3, 2, 4. 4 elements, 4 members. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിന് ഇങ്ങനെയുള്ള A ക്രോസ് Bക്ക് എത്ര സബ്സെറ്റ് ഉണ്ട്? നമുക്കറിയാം n അംഗങ്ങളുള്ള ഒരു സെറ്റിന് 2n സബ്സെറ്റ് ഉണ്ട് എന്ന്, സബ്സെറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 4 അംഗങ്ങളുള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? 2⁴ സബ്സെറ്റ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ശരി. ഇനി നമ്മൾ റിലേഷൻ എന്ന മാത്സിലെ റിലേഷനിലേക്ക് നീങ്ങാണ്. എന്താണ് റിലേഷൻ? റിലേഷൻ എന്ന് പറഞ്ഞാൽ A ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ A ക്രോസ് ബി ഒക്കെ പഠിച്ചത്. A ക്രോസ് ബിയുടെ സബ്സെറ്റുകളെ പറയുന്ന പേരാണ് റിലേഷൻ. ടീച്ചർ ബോർഡും എഴുതിയിട്ടുണ്ട്. റിലേഷൻ, A relation R from a non-empty set A to a non-empty set B is a subset of Cartesian product A cross B. A cross B യുടെ സബ്സെറ്റ് ആണ്, A cross B യുടെ സബ്സെറ്റ് ആണ് റിലേഷൻ. നമ്മൾ 2 ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് A cross B പഠിച്ചു. അതിൻ്റെ സബ്സെറ്റാണ് റിലേഷൻ. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഈ റിലേഷൻ A ക്രോസ് ബി നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം തന്നെ ഹോംവർക്ക് അസൈൻമെൻറ്റ് എല്ലാവരും ശരിയാക്കിയിട്ടെന്ന് വിചാരിക്കട്ടെ. റിലേഷൻ എന്താണെന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അസൈൻമെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് A ക്രോസ് ബി നമ്മൾ കണ്ടല്ലോ. ആ A ക്രോസ് ബിയിൽ നിന്ന് നമുക്ക് റിലേഷനെ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞെടുക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. അതായത് ഞാൻ അവിടെ A ക്രോസ് ബി എഴുതിയിട്ടുണ്ട്. A ക്രോസ് ബി ഈക്വൽസ് സെറ്റ് 1, 3, 1, 4, 2, 3, 2, 4 നമ്മുടെ അസൈൻമെൻറ്റിലെ എയും ബിയും ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലിമെൻറ്റിൻ്റെ കൂടെ 2 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെൻറ്റ് കിട്ടുക. ഏതൊക്കെയാ? ആദ്യത്തെ എലിമെൻറ്റിൻ്റെ കൂടെ 2 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെൻറ്റ് കിട്ടുക. നോക്കുക. ഇപ്പോൾ 1, 3 ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ എലിമെന്റ് കിട്ടിയില്ലേ? 1, 3 കിട്ടി. അപ്പോൾ 1, 3 നമ്മൾ സെലക്ട് ചെയ്തു. അടുത്തായിട്ട് 1, 4 ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 2 കൂട്ടിയാൽ 4 കിട്ടുമോ? ഒന്നിന്റെ കൂടെ 2 കൂട്ടിയാൽ 4 കിട്ടുമോ? അപ്പോൾ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് 2, 3 ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 2
രണ്ട് കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെന്റ് കിട്ടുമോ? 2 3k ഇല്ല, അപ്പൊ അതിനെടുക്കണ്ട. അടുത്തത് 2 4. ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 2 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെന്റ് കിട്ടും. കണ്ടോ? 2 4. അപ്പൊ നമ്മളൊരു റിലേഷൻ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ് അതിലെ മെമ്പേഴ്സ്? 1 3 2 4. ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 2 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെന്റ് കിട്ടും. 2 4 നോക്കൂ. 2ന്റെ കൂടെ 2 കൂട്ടിയാൽ 4. 1 3. 1ന്റെ കൂടെ 2 കൂട്ടിയാൽ 3. അപ്പോ 1 3 2 4 ആണ് ഞാൻ പറഞ്ഞ ഇവിടെ ഒരു റിലേഷൻ എടുക്കണു. y = x + 2. എന്താണ് y എന്ന് പറയുന്നത്? രണ്ടാമത്തെ അംഗം. x എന്ന് പറയുന്നത് ആദ്യത്തെ അംഗം. വിഷമിക്കാനൊന്നുമില്ല, എളുപ്പമാണ് കേട്ടാ. നോക്കുക, ഇതിനെ ടീച്ചർ എഴുതിയൊക്കെയാണ്. ആദ്യത്തെ കണക്ക് എന്നുള്ള അർത്ഥത്തില് R1 എന്ന് എഴുതുന്നു. R1 = set xy, ordered pair xy. ഇതെന്ത് മെത്തേഡ് എങ്ങനെ എഴുതുന്നത്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം മെത്തേഡ്. xy, ordered pair xy, such that y = x + 2. x belongs to A, y belongs to B. സെറ്റ് ബിൽഡർ മെത്തേഡ്. ഇതൊരു ആദ്യത്തെ കണക്കായാലാണ് ഒരു വിഷമം പോലെ തോന്നുന്നത്. ഇനിയുള്ളത് എളുപ്പമായിരിക്കും. അപ്പോൾ എന്താണ് ഇപ്പോൾ ആദ്യത്തെ കണക്ക്? നമ്മൾ എന്ത് വിചാരിച്ചു? റിലേഷൻ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കി. എന്താണ് ആ റിലേഷൻ? ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 2 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെന്റ് കിട്ടുന്ന ഓർഡേർഡ് പെയറുകളെ ഇതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തു. അതാണ് xy such that y = x + 2. x belongs to A, y belongs to B. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി. റോസ്റ്റർ മെത്തേഡിൽ 1 3 2 4 എഴുതി. ഇത്രയുള്ള കാര്യം. അപ്പോൾ 1 3 2 4 എന്ന് പറയുന്നത് A × B യുടെ ഒരു സബ്സെറ്റ് അല്ലേ? അതെ, സബ്സെറ്റ് അല്ലേ? അപ്പോൾ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 2 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെന്റ് കിട്ടുന്ന ഒരു റിലേഷൻ കണ്ടുപിടിച്ചു. അതിന് R1 എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. ഇനി എളുപ്പമാവും. ആദ്യത്തെ ഒന്ന് മനസ്സിലായി, രണ്ടാമത്തെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഒന്നും കൂടി കൂടുതൽ ശ്രദ്ധിച്ചാൽ റിലേഷൻ പെട്ടെന്ന് മനസ്സിലാവും. അടുത്തത് R2 എന്ന് പേര് കൊടുക്കാം. R2 = രണ്ടാമത്തെ എലിമെന്റ് ആദ്യത്തേതിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്നത്. രണ്ടാമത്തെ എലിമെന്റ് ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടും. അതേതൊക്കെയാണ്? ഇപ്പോൾ 1 3 ശരിയാവില്ലല്ലോ. 1 4 എന്താ നമ്മുടെ കണ്ടീഷൻ? രണ്ടാമത്തെ എലിമെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 1 കൂട്ടുക. 1 3 ശരിയല്ല. 1 4 ശരിയല്ല. 2 3 2ന്റെ കൂടെ 1 കൂട്ടിയാൽ അടുത്ത എലിമെന്റ് 3 കിട്ടും. 2 3 കണ്ടോ? 2 4 പറ്റൂ? ഇല്ല. അപ്പോൾ ഏതൊക്കെ എലിമെന്റ്? ഒരേ ഒരു എലിമെന്റ് ഉള്ളൂ, സിംഗിൾട്ടൺ എലിമെന്റ് 2 3 മാത്രമുള്ളൂ. ആദ്യത്തേതിന്റെ കൂടെ 1 കൂട്ടിയാൽ രണ്ടാമത്തെ കിട്ടുന്ന റിലേഷൻ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. കണ്ടോ? A × B നിന്ന് നമ്മൾ എടുത്തെഴുതി. 2 3 എന്ന് എടുത്തെഴുതി. അപ്പൊ ആദ്യത്തെ മെത്തേഡ് ഇങ്ങനെ xy such that ഈ ചിഹ്നം എന്ന y such that മറന്നോ? such that y ആ റിലേഷനോട് എഴുതുക. y = x + 1. x belongs to A, y belongs to B. അതിന്റെ പേരാണ്
റോസ്റ്റർ മെത്തേഡ് അല്ല കേട്ടോ, ഇത് സെറ്റ് ബിൽഡർ മെത്തേഡ്. സെറ്റ് ബിൽഡർ മെത്തേഡ് ഇതാണ് റോസ്റ്റർ മെത്തേഡ്. ഇങ്ങനെ എഴുതുന്നത് സെറ്റ് ബിൽഡർ മെത്തേഡ്. മനസ്സിലായില്ലേ? ഇനി നമുക്കിതുപോലെ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും കുറേ എണ്ണം 2-3 റിലേഷൻസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കും. ഇനി മൂന്നാമത്തെ റിലേഷൻ R3 എന്ന് നമുക്ക് പേര് കൊടുക്കാം. R3 ഈക്വൽസ് set xy such that y equal to x plus 3. അതായത് രണ്ടാമത്തെ എലിമെന്റ് കിട്ടുന്നത് ആദ്യത്തേതിന്റെ കൂടെ 3 കൂട്ടിയാൽ x belongs to x, y belongs to b. അത് എപ്പോഴും ഇങ്ങനെ എഴുതുക. എങ്ങനെയാണത്? ആ എലിമെന്റ് ഏതാ? ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 3 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെന്റ് കിട്ടുക. അതേതാണെന്നൊന്ന് പറക്കെടുത്ത് ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ കിട്ടും. ആദ്യത്തെ ഇത്തിരി വിഷമം ഉണ്ടാവും, ഇതിനി തന്നെ പറയാൻ സാധിക്കും. ആദ്യത്തെ എലിമെന്റിന്റെ കൂടെ 3 കൂട്ടിയാൽ രണ്ടാമത്തെ എലിമെന്റ് കിട്ടും. തന്നെ പറഞ്ഞേ, ഏതാണ് ഉത്തരം? 1 4. കണ്ടോ? 1 4. അപ്പോൾ 1 4 എന്ന് എഴുതുകയാണെങ്കിൽ ആ മെത്തേഡിന്റെ പേര് റോസ്റ്റർ മെത്തേഡ് എന്നും, ഇങ്ങനെ y = x plus 3 എന്ന് എഴുതുകയാണെങ്കിൽ അതിന്റെ പേര് സെറ്റ് ബിൽഡർ ഫോം. 2 ഫോം. R3 ഉണ്ടാക്കിയത് മനസ്സിലായോ? ഈ 1 4 A ക്രോസ് ബിയിലെ ഒരു മെമ്പർ അല്ലേ? ആണ്. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ A ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി മനസ്സിലായില്ലേ? വേറെ ഒരെണ്ണം നോക്കാം. സിമ്പിൾ. നോക്കൂ. xy such that R4 y equal to x square. രണ്ടാമത്തത് ആദ്യത്തേതിന്റെ സ്ക്വയറായി വരുന്ന കേസ് വല്ലവരും ഉണ്ടോ? രണ്ടാമത്തത് ആദ്യത്തേതിന്റെ സ്ക്വയർ വരുന്നത് വേഗം കണ്ടുപിടിച്ചേ. ഏതാണ് ആദ്യത്തേതിന്റെ സ്ക്വയർ? രണ്ടാമത്തെ y equal to x square. അതാരാ? 2 4. കിട്ടിയത് കണ്ടോ? 2ന്റെ സ്ക്വയറാണ് 4. അപ്പോ 2 4 എന്നുള്ളത് അതിലേക്ക് സബ്സെറ്റ് അല്ലേ? ആണ്. അപ്പൊ എങ്ങനെ പറയാം? ഈ R4 എന്ന് പറയുന്ന റിലേഷൻ R4 equal to xy ordered pair xy such that y equal to x square. X belongs to A, y belongs to B. ആ ഫോമിന് പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനി ആ ആൻസർ എടുത്തെഴുതുക. അങ്ങനെ നമ്മൾ അംഗങ്ങളെ മുഴുവൻ എഴുതുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് റോസ്റ്റർ മെത്തേഡ്. അതിൽ കണ്ടോ 2 4 എഴുതി, അതിന്റെ പേരാണ് റോസ്റ്റർ മെത്തേഡ്. എളുപ്പല്ലേ? അങ്ങനെ നമ്മൾ A ക്രോസ് ബി ഒരെണ്ണം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ അസൈൻമെന്റിൽ നിന്ന് നമ്മളിപ്പോൾ കുറേ റിലേഷൻസ് കണ്ടുപിടിച്ചു. ചുരുക്കം പറഞ്ഞാൽ റിലേഷൻസ് എന്ന് പറയുന്നത് A ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ റിലേഷൻ A ക്രോസ് ബിയുടെ സബ്സെറ്റാണെന്ന് കണ്ടു. അതിൽ തന്നെ 2 രീതിയിൽ, അതായത് റിലേഷനെ സെറ്റ് ബിൽഡർ ഫോമിലും പിന്നെ റോസ്റ്റർ മെത്തേഡിലും നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു. ഇതൊക്കെ സെറ്റിലുള്ളത് തന്നെയാണ്. ഇനി സെറ്റിലില്ലാത്ത വേറൊരു രൂപമാണ് ഏരോ ഡയഗ്രം. ഏരോ ഡയഗ്രം. ഏരോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏരോടെ നമുക്ക് നന്നായി അറിയാലോ. ഏരോ ക്ലാസ്സിലൊക്കെ കുട്ടികളെ ഏരോട്ട് കളിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം. ഇപ്പോൾ പിന്നെ ക്ലാസ്സൊന്നും ഇല്ലല്ലോ, വീട്ടിൽ നിന്നുള്ള പഠിപ്പല്ലേ. പോട്ടെ. ഇനി എങ്ങനെയാണ്
ഏരോ ഡയഗ്രാം വഴി റിലേഷനെ കാണിക്കുക, റെപ്രസെൻ്റ് ചെയ്യുക. അത് വളരെ സിമ്പിളാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റിലെ അംഗങ്ങളാണ് 1, 2. ഒരു ദീർഘവട്ടം, അതായത് എലിപ്സ് പോലെ ഇങ്ങനെ ദീർഘവൃത്താകൃതിയിൽ ഒരു വട്ടം പോലെ വരയ്ക്കുക. ഇവിടെ വേറൊരു വട്ടം ദീർഘവൃത്തം വരയ്ക്കുക. ഇത് എ, ഇത് ബി. എന്നിട്ട് എയിലെ അംഗങ്ങൾ 1, 2, ബിയിലെ അംഗങ്ങൾ 3, 4. എന്നിട്ട് ഇതിന് എന്നും പേര് കൊടുത്തു, ഇത് ബിന്നും പേര് കൊടുത്തു. എങ്ങോട്ടാണ് ആദ്യത്തെ 1, 3? 1ൽ നിന്ന് 3ലേക്ക് ഒരു ആരോ ഇട്ട് കൊടുത്തു, ഒരു ആരോ. അടുത്തത് 2ൽ നിന്ന് 4ലേക്ക് ഒരു ആരോ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഏരോ ഡയഗ്രാം. റോസ്റ്റർ മെത്തേഡ് കിട്ടിയാൽ പിന്നെ അതിന്ന് അംഗങ്ങളെ എടുത്തിട്ട് എ ഒരു വട്ടത്തിനുള്ളിലെ ദീർഘവൃത്തം, അതുപോലെ ബീനെ ദീർഘവൃത്തത്തിലാക്കിയിട്ട് അതിൽ അംഗങ്ങൾ എഴുതിയിട്ട് എവിടേക്കാ പോണ്ടേ ഏരോ അങ്ങനെ. എളുപ്പല്ലേ? അടുത്തത് R2ൽ 2 അംഗങ്ങളുള്ളത്. ആദ്യത്തെ അംഗത്തിൻ്റെ കൂടെ 1 കൂട്ടിയാൽ രണ്ടാമത്തെ അംഗം കിട്ടുന്നുള്ളത്. അതെങ്ങനെയാ? എ ബി എഴുതി, ഏഴ് അംഗങ്ങൾ 1, 2. അങ്ങനെ ഒരു കുത്ത് ഇട്ടോ നമ്മുടെ ടെക്സ്റ്റിൽ ഒന്ന് കടിപ്പിച്ചിട്ട് കുത്തിട്ടുണ്ട്. ഏഴംഗങ്ങളെ അംഗങ്ങളെ 1 അവിടെ ഒരു ചെറിയ കടിപ്പിച്ചിട്ട് കുത്തുക, 2 അവിടെ ഒരു കുത്തുക, 3, 4 കണ്ടോ. എന്നിട്ട് 2, 3 ഏരോ 2, 2, 3, 2ൽ നിന്ന് 3ലേക്ക്. മനസ്സിലായോ? ഏരോ ഡയഗ്രാം വളരെ സിമ്പിളാണ്. പക്ഷെ റോസ്റ്റർ മെത്തേഡ് കിട്ടിയാലാണ് ഏരോ ഡയഗ്രാം സിമ്പിൾ ആവുള്ളൂ. അപ്പോൾ ആദ്യം റോസ്റ്റർ മെത്തേഡിലെ അംഗങ്ങളെ നമുക്ക് കിട്ടണം. അടുത്തായിട്ട് R3 ഏതാണെന്ന് നമുക്ക് മുന്നേ അറിയാം. ഏതായിരുന്നു R3? നേരത്തെ പ്രോബ്ലത്തിൽ 1, 4 ആയിരുന്നു R3. അപ്പോൾ അതിൻ്റെ ഏരോ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? എയിലെ അംഗങ്ങളെ 1, 2 എന്ന് എഴുതി, ബിയിലെ അംഗങ്ങളെ 3, 4 എന്ന് എഴുതി, എ ബി മുകളിൽ എഴുതി, 1, 4ലേക്ക് ഏരോ 2, 1, 4. ഓക്കെ, എളുപ്പല്ലേ? ഇനി ലാസ്റ്റ് R4 എന്താണ്? 2, 4 ആണ് R4ൽ. എ വരച്ചു, ബി വരച്ചു. ഇപ്പൊ നല്ല എളുപ്പമായില്ലേ? എ വരച്ചു, ബി വരച്ചു, എയിലെ മെമ്പേഴ്സിനായിട്ട് വർക്ക് എഴുതി 1, 2, ബിയിലെ അംഗങ്ങളെ 3, 4 എഴുതി. ഏതാണ് റോസ്റ്റർ മെത്തേഡിലെ R4ലെ അംഗങ്ങൾ? 2, 4. അപ്പോൾ 2ൽ നിന്ന് 4ലേക്ക് ഏരോ ഇട്ടു. എളുപ്പല്ലേ? അങ്ങനെ ഏരോ ഡയഗ്രാം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. റിലേഷൻ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റാണ്? ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളാണ് റിലേഷൻ. മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്നെ ശ്രദ്ധിച്ചിരുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി, നമസ്കാരം.